നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും ആവേശവും നിറഞ്ഞ് വീണ്ടും കോറം പുല്ലേരി വാതിരില്ലം. തിരഞ്ഞെടുപ്പ് വിജയത്തിന് അനുഗ്രഹാശിസുകൾ തേടി AN ഷംസീറും TV രാജേഷും ഞായറാഴ്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കാണാനെത്തി. നെൽവിത്തുകാത്ത് കുണിയൻ പാടശേഖരം. ജലസമൃദ്ധി കൊണ്ട് സമ്പന്നമായ ഇവിടെ ഒരു ഡാം നിർമ്മിച്ചാൽ കൃഷിക്കാവശ്യമായ വെള്ളവും മറ്റു പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ കുടിവെള്ളവും ലഭിക്കും. പഴയങ്ങാടി പുഴയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ജേസീസ് ആതിഥ്യമരുളുന്ന പയ്യന്നൂർ ഫ്ലവർ ഷോയ്ക്ക് ജനത്തിരക്കേറുന്നു. വാർത്തകൾ വിശദമായി. ആദ്യം പോളിംഗ് 2016. ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും ആവേശവും നിറഞ്ഞ് കോറം പുല്ലേരി വാതിരില്ലം. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ AN ഷംസീറും TV രാജേഷുമാണ് തെരഞ്ഞെടുപ്പിന് ഊർജവും ആവേശവും തേടി മലയാള സിനിമയുടെ മുത്തച്ഛനും ഇടതുപക്ഷ സഹചാരിയുമായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കാണാൻ ഞായറാഴ്ച കോറത്തെത്തിയത്. രാഷ്ട്രീയ ചരിത്രവും കഥകളും ഒരുപാട് പറയാനുള്ള കോറം പുല്ലേരി വാദ്യാരില്ലത്തിന് ചരിത്രം ആവർത്തിച്ചതുപോലെ ഒരു ദിനം കൂടി. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ സന്ദർശനമാണ് ഇല്ലത്തിന് ചരിത്രത്തിലേക്കുള്ള മടങ്ങിപ്പോക്കായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടർന്നുള്ള വിജയത്തിനും ആവേശവും അനുഗ്രഹവും തേടി AN ഷംസീറാണ് കോറോത്ത് ആദ്യമെത്തിയത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മകൻ ഷംസീറിനെ സ്വീകരിച്ചു. തലശ്ശേരിയിൽ തൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചുവെന്ന ആമുഖത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഷംസീറിനെ സ്വീകരിച്ചത്. തുടർന്ന് മുത്തശ്ശൻ്റെ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് തൻ്റെ പതിവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. തനിക്ക് പ്രശ്നമില്ലെന്നറിയിച്ചപ്പോൾ എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും പറഞ്ഞു. ഇതിനിടയിലാണ് രണ്ടാമത്തെ അതിഥി TV രാജേഷ് വീട്ടിലേക്കെത്തിയത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ശ്രദ്ധ TV രാജേഷിലേക്ക് തിരിഞ്ഞപ്പോൾ ആഹാ, അപ്പോൾ തനിക്കുള്ള അനുഗ്രഹം കഴിഞ്ഞോ എന്ന ഷംസീറിന്റെ പരിഭവം കൂട്ടച്ചിരിയുണർത്തി. തുടർന്ന് പുതുതലമുറയ്ക്ക് ആവേശം പകർന്ന് ചരിത്രവും കഥയുമൊക്കെയായി സ്വതസിദ്ധമായ നർമ്മത്തിൽ മുത്തശ്ശന്റെ സംസാരം. ശേഷം സ്ഥാനാർത്ഥികൾ ഇരുവരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും വിജയാശംസകൾ നേരുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ ഊർജ്ജവും ആവേശവുമാണ് തങ്ങൾക്ക് നൽകുന്നത്. അതിനാൽ തന്നെയാണ് പതിവ് തെറ്റിക്കാതെ കോറോത്തെത്തിയത് AN ഷംസീർ പറയുന്നു. തലശ്ശേരിയിലെ വിജയസാധ്യതയെയും എതിർ സ്ഥാനാർത്ഥിയെയും കുറിച്ച് ചോദിച്ചപ്പോൾ രാഷ്ട്രീയത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന മണ്ണാണ് തലശ്ശേരി. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആരായാലും വിജയം മാത്രമാണ് ലക്ഷ്യമെന്നായിരുന്നു ഷംസീറിന്റെ മറുപടി. തലശ്ശേരിയിൽ ചരിത്ര വിജയമുണ്ടാകും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലമാണ് തലശ്ശേരി അസംബ്ലി മണ്ഡലം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയമാണ്. തലശ്ശേരി പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ആ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് സ്ഥാനാർത്ഥികൾ ആരും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. മറിച്ച് മുന്നണി ആരെ നിർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു TV രാജേഷിന്റെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവൺമെൻറ്റിന് വഴിയൊരുക്കാൻ കഴിയുന്ന ആവേശകരമായ
ഒരു വിജയം കല്യാശ്ശേരി മണ്ഡലത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 വർഷക്കാലം കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതിലും, ടൂറിസം പദ്ധതികൾ കൊണ്ടുവരുന്നതിലും, കാർഷിക മേഖലയിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനും, അതോടൊപ്പം നെൽകൃഷിക്ക് പ്രത്യേക പരിഗണന നൽകാൻ പ്രത്യേകമായ ഒരു പാക്കേജ് നേടിയെടുക്കാനുമൊക്കെ ഈ കാലയളവിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിജയം കണ്ടിട്ടുണ്ട്. കല്യാശ്ശേരിയെ ഒരു ഹൈടെക് മണ്ഡലമാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മികച്ച വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മികവുറ്റ റോഡുകൾ, കാർഷിക മേഖലയുടെ സമഗ്രമായ പുനരുദ്ധാരണം, അതോടൊപ്പം നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ, അതോടൊപ്പം നമ്മുടെ കലാസാംസ്കാരിക രംഗത്ത് ക്ഷേത്രകല അക്കാദമി, ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ക്ഷേത്രകല അക്കാദമിയെ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡീംഡ് സർവകലാശാലയാക്കി ഉയർത്തൽ തുടങ്ങിയിട്ടുള്ള കല്യാശ്ശേരിയുടെ സ്വപ്ന പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തും. അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വിജീഷ്, വി രാകേഷ്, കെ രമേശൻ തുടങ്ങിയവർ നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെൽവിത്ത് കാത്ത് കുണിയൻ പാടശേഖരം. ജലസമൃദ്ധി കൊണ്ട് സമ്പന്നമായ ഇവിടെ ഒരു ഡാം നിർമ്മിച്ചാൽ കൃഷിക്കാവശ്യമായ വെള്ളവും മറ്റു പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ കുടിവെള്ളവും ലഭിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രദേശം സ്ഥാനാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നതും മറ്റൊന്നല്ല. നെൽകൃഷി ജീവനായ ഒരു കാലത്തിൻ്റെ കഥ പറയാനുണ്ട് കുണിയൻ നിവാസികൾക്ക്. നോക്കത്താ ദൂരത്തോളം പരന്നുകിടന്നിരുന്ന നെൽവയലുകൾ ഈ നാടിൻ്റെ ഐശ്വര്യമായിരുന്നു. പ്രസിദ്ധമായ കരിവള്ളൂർ സമരം നടന്നതും മറ്റൊന്നിൻ്റെ പേരിലായിരുന്നില്ല. അക്കാലം ഈ നാട്ടുകാർ ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണം കഴിച്ച് ജീവിച്ചു. ഇന്ന് കഥയാകെ മാറിയിരിക്കുന്നു. പൊന്നുവിളഞ്ഞിരുന്ന പാടശേഖരങ്ങളിൽ ഇന്ന് കാണാനാകുന്നത് കന്നുകാലികൾ മേയുന്നതും ഉണങ്ങിയ പുല്ലുകളുമാണ്. ഈ വയലുകൾ ഇങ്ങനെ ആയിപ്പോയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ നിരത്തുവാനുണ്ടാകാം. ഇതിൽ പ്രധാനമാണ് പുഴകളിലെ ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം. കുണിയൻ കിഴക്കേപ്പുഴയും പടിഞ്ഞാറേപ്പുഴയും ചേരുന്നിടത്ത് ഒരു ഡാം നിർമ്മിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂ. ഇങ്ങനെയൊരു ഡാം ഈ പുഴയ്ക്ക് കുറുകെ വരികയാണെങ്കിൽ കൊടും വേനലിലും ആയിരക്കണക്കിന് ഗ്യാലൻ ശുദ്ധജലം ഇവിടെ നിന്ന് ലഭ്യമാക്കാനാകും. അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ജലസമൃദ്ധി. പ്രകൃതി ഭംഗി നുകരാൻ ആരും എത്താത്തത് കാരണമാകാം ഈ പുഴ ഇനിയും മരിച്ചിട്ടില്ല. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് നാട്ടുകാരനായ ചന്ദ്രൻ പറയുന്നത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ തെക്ക് മാറി അന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാരയിൽ അണക്കെട്ടുണ്ട്. ആ അണക്കെട്ട് നല്ലതായിരിക്കുമ്പോഴാണ് ഇവിടെ നല്ല രീതിയിൽ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്ത കാലങ്ങളായി ഷട്ട് നശിക്കുകയും അണക്കെട്ട് തന്നെ ഒരു മോശമായ രീതിയിലേക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപ്പുവെള്ളം ഇങ്ങനെ കണ്ടമാനം കയറി വരുന്നത്. അത്ര ആയാസകരമായ ഒരു പദ്ധതിയല്ല ഇതെന്ന് തോണി തുഴയുന്ന പഴയ തലമുറക്കാരനായ നാരായണേട്ടനും പറയുന്നു. ഈ ഡാം യാഥാർത്ഥ്യമായാൽ കുണിയൻ കിഴക്കേ പാടശേഖരത്തിന് മാത്രമല്ല പടിഞ്ഞാറേ പാടശേഖരം, കോയങ്കര, കവങ്ങിഞ്ചാൽ, ഈയക്കാട് തുടങ്ങി 8ഓളം പാടശേഖരങ്ങൾക്ക് രണ്ടാം വിളയ്ക്ക് വെള്ളം നൽകാൻ കഴിയും. മാത്രവുമല്ല ചാലിയാപ്പള്ളി ഡാമും പടിഞ്ഞാറേക്കര തടയണയും പിന്നെ ആവശ്യമായി വരികയുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് കൃഷിക്കാർ യോജിച്ച് ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചിരുന്നുവെന്ന് കുണിയൻ കിഴക്കേക്കര പാടശേഖര പ്രസിഡന്റ് കെ കുമാരൻ മാസ്റ്റർ പറയുന്നു. ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്നത് വാസ്തവത്തിൽ ഈ 2 അണക്കെട്ടിന് പകരം ഒന്ന് ചാലിയപ്പള്ളി ഡാമും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള താൽക്കാലിക തടയണയും, ഈ രണ്ടും ചിലവാക്കുന്ന കാശുണ്ടായാൽ നിശ്ചയമായിട്ടും ഇവിടെ വളരെ നല്ല ഭദ്രമായ രീതിയിലുള്ള ഒരു അണക്കെട്ട് കിട്ടാൻ വേണ്ടി സാധിക്കും. അത് ഈ നാട്ടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റാവുന്ന ഒരു പദ്ധതിയായിട്ട് മാറുമെന്നുള്ള സംശയമില്ല. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലവിധാനം താഴാതെ നിർത്താനും ഈ ഡാമിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന MLAയുടെ അടിയന്തര ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇലക്ഷൻ ഓർമ്മകൾ. ജന്മയ്ക്ക് വേണ്ടി നികുതിദായകരുടെ വോട്ട് ചെയ്ത കാലം മുതലുള്ള തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ അയവിറക്കുകയാണ് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ ചുണ്ടയിലെ MT കുഞ്ഞപ്പൻ എന്ന കുഞ്ഞപ്പേട്ടൻ. ഏകമകനെ പാർട്ടി പ്രവർത്തകനാക്കാതിരിക്കാൻ പിതാവിനുണ്ടായ അനിഷ്ടം കുഞ്ഞപ്പൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. വീട്ടുകാരറിയാതെയായി പാർട്ടി പ്രവർത്തനം. കമ്മ്യൂണിസ്റ്റുകാരോട്
ജന്മിമാർക്കും ഗവൺമെന്റിനുമുള്ള സമീപനം, പോലീസിന്റെ ക്രൂരമർദ്ദനം ഇവയാണ് പാർട്ടി അനുഭാവിയായ പിതാവ് തന്റെ പാർട്ടി പ്രവർത്തനം വിലക്കിയതെന്നാണ് കുഞ്ഞപ്പൻ പറയുന്നത്. ആദ്യം ഒളിച്ചും പാത്തും പ്രവർത്തനം തുടങ്ങി, പിന്നീട് സജീവമായി. അങ്ങനെ 1954 മദ്രാസ് അസംബ്ലിയിലേക്ക് നികുതിദായകർക്കുള്ള വോട്ടവകാശം ജന്മി വഴി കരസ്ഥമാക്കി. അന്ന് നികുതിദായകർ ജന്മി മാത്രമായിരുന്നത്രേ. ജന്മിയുടെ നോമിനിയായി വോട്ട് ചെയ്ത ഇദ്ദേഹം വോട്ട് ചെയ്തത് ജന്മിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി KP ഗോപാലനായിരുന്നുവെന്നും ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. ഇന്നത്തെ യഥാർത്ഥ ജനകീയ ജനാധിപത്യ ഭരണ സമ്പ്രദായം ആയിരുന്നില്ല അന്ന് നികുതിദായകന്മാരുടെ വോട്ടാണ്. അപ്പോൾ നികുതിദായകന്മാരെന്ന് പറയുമ്പോൾ നികുതി കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ കൊടുത്ത നികുതി നായനാറ് പേരിലല്ലേ കൊടുക്കുക. അപ്പോൾ അയാളുടേതാണ്. പിന്നെ അപ്പോൾ അന്ന് ഞാൻ 54 വോട്ട് ചെയ്ത് വേണം നായനാരുടെ പിന്നെ ശിക്ഷണത്തിലൊക്കെയാണ് നമ്മളെന്താ ഒരു വിധില്ലാതൊക്കെ. എതിരാളി മാണിക്കോത്ത് കുമാരനോ UP നാരായണ പൊതുവാളോ ആണ്. പിന്നീട് 1954 നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ EMSനും കല്ലളൻ വൈദ്യർക്കും വോട്ട് ചെയ്തു. പിന്നീട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠന ക്ലാസ്സിൽ പോയി AKG തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ ക്ലാസ്സിൽ പങ്കെടുത്ത അനുഭവം ഒരിക്കലും മറക്കാനാവില്ലെന്നും കുഞ്ഞപ്പേട്ടൻ പറയുന്നു. കുടുംബ പശ്ചാത്തലം 5ാം ക്ലാസ് വരെ പഠിക്കാനേ അനുവദിച്ചുള്ളൂ. പിന്നീട് ജീവിതവും കുടുംബവും 2ാം സ്ഥാനത്തും പാർട്ടി പ്രവർത്തനം 1ാം സ്ഥാനത്തും കണ്ട ഈ 85-കാരന് പട്ടിണിയും പരിവട്ടവുമേ ബാക്കിയുള്ളൂ. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചുവെങ്കിലും പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ മറക്കില്ല. ഗതകാല സ്മരണകൾ അയവിറക്കി ജീവിത പ്രാരാബ്ധവുമായി കഴിയുന്ന ഇദ്ദേഹം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നതിങ്ങനെ: പഴയകാല സമരരീതികൾ മാറിയെന്ന് മാത്രമല്ല, തെറ്റുകൾ തിരുത്താനുള്ള ആർജവം കാട്ടൽ പാർട്ടി തയ്യാറാകുന്നില്ല. മാത്രമല്ല, കാലാനുസൃതമായ മാറ്റം വരുത്തുന്നുണ്ടെങ്കിലും അല്പം സ്വാർത്ഥത കലർന്നിട്ടുണ്ടോ പാർട്ടി പ്രവർത്തനത്തിൽ എന്ന സംശയവും ഇദ്ദേഹത്തിനില്ലാതില്ല. EMS കഴിഞ്ഞാൽ N സുബ്രഹ്മണ്യ ഷേണായിയാണ് രാഷ്ട്രീയ ജീവിതത്തിലെ മാതൃക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇനി മറ്റു വാർത്തകളിലേക്ക്. പഴയങ്ങാടി പുഴയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാടായി പഞ്ചായത്ത് പരിധിയിലെ അനധികൃത അറവുശാലകളിൽ നിന്നാണ് പഴയങ്ങാടി പുഴയിൽ മാലിന്യം തള്ളുന്നത്. പഴയങ്ങാടി പുഴയെ മാലിന്യം നിറച്ച് കൊല്ലുകയാണിവിടെ. പഴയങ്ങാടി പാലത്തിന് സമീപത്തു നിന്നും മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുമ്പോൾ അധികൃതർ കയ്യും കെട്ട് നോക്കി നിൽക്കുന്നു. ഓണവും വിഷുവും പെരുന്നാളും മറ്റാഘോഷങ്ങളുമെല്ലാം പൊടിപിടിക്കുമ്പോൾ ഇറച്ചിക്കടകളിൽ തിരക്കേറുന്നു. ഇവിടെ നിന്നും മാലിന്യം പുഴയിലേക്ക് വലിച്ചെറിയുകയാണ് ചില കച്ചവടക്കാർ. ഇവ പുഴയിലൂടെ ഒഴുകി കണ്ടൽക്കാടുകൾക്കിടയിൽ കുടുങ്ങുന്നു. ദുർഗന്ധം കാരണം തീരദേശ മേഖലയിലെ വീടുകളിലെ ജനം ഏറെ ദുരിതമനുഭവിക്കുകയാണ്. അനധികൃത അറവുശാലകൾക്കെതിരെ നടപടിയെടുക്കാത്തതാണ് മാലിന്യം വർദ്ധിക്കാൻ കാരണമാകുന്നത്. ദൂരദേശങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ കൊണ്ടുവന്ന മാലിന്യം പഴയങ്ങാടി പുഴയിൽ തള്ളുന്നതും പതിവാണ്. രാപ്പകൽ ഭേദമില്ലാതെ പുഴയിൽ മാലിന്യം തള്ളുമ്പോൾ നടപടിയെടുക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ JC's ആതിഥ്യമരുളുന്ന പയ്യന്നൂർ ഫ്ലവർ ഷോയ്ക്ക് ജനത്തിരക്കേറുന്നു. വൈവിധ്യമാർന്ന പുഷ്പഫല പ്രദർശനത്താൽ സമ്പന്നമാണ് പുഷ്പോത്സവം. JC's സംഘടിപ്പിക്കുന്ന 12ാമത് പയ്യന്നൂർ പുഷ്പോത്സവത്തിൽ തിരക്കേറുന്നു. തൃശൂർ മണ്ണൂത്തിൽ നിന്നും വയാട്ടുപറമ്പ്, കരുണാപുരം, മാൽബിൻ നഴ്സറി ഗാർഡനിൽ നിന്നും കൊണ്ടുവന്ന വിവിധയിനം പുഷ്പഫല ഔഷധച്ചെടികളാൽ സമ്പന്നമാണ് ഇത്തവണത്തെ പുഷ്പോത്സവം. അഡിനീയം, വിൻഗാചെറിയ, വൈവിധ്യമുള്ള 20ഓളം ഇനം റോസുകൾ, ആന്തൂറിയം, റംബുട്ടാൻ, സംസ്കരിക്കാതെ തന്നെ കഴിക്കാവുന്ന അത്തിപ്പഴം, മുന്തിരി, അനാർ, ഷാമ്പേൻ ചെടി, വിവിധയിനം അരളി, മുള്ളാത്ത, അരക്കില്ലാത്ത പ്ലാവ് എന്നിവയുടെ വൻ ശേഖരമാണ് പുഷ്പോത്സവത്തിലുള്ളത്. ലക്ഷദ്വീപ്, മൈക്രോൺ, സണൻകി, ചെന്തങ്ങ് എന്നീ തെങ്ങിൻ തൈകളും നാരകം, മാവ്, കടപ്ലാവ്, വിവിധയിനം വാഴകൾ, സപ്പോട്ട എന്നീ ബലവൃക്ഷ തൈകളും പ്രദർശനത്തിനും വിപണനത്തിനുമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുഷ്പോത്സവ നഗരിയിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എരമം സൗത്ത് LP സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളുടെ കലോത്സവം നാട്ടുകാരുടെ ഒരു മഹോത്സവമായിട്ട് മാറുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹത്തിൽ
സ്കൂളുകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തന്നെയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും മറ്റും സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ചുമതലയാണ്. എരമം സൗത്ത് LP സ്കൂൾ 64-ാം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ KV കരുണാകരൻ മാസ്റ്റർ, അധ്യാപികയായ KK സുമതി ടീച്ചർ എന്നിവർക്കുള്ള യാത്രയയപ്പും P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. കവി CM വിനയചന്ദ്രൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ജനറൽ കൺവീനർ K തങ്കമണി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സബ് ജില്ലാ കലോത്സവത്തിലെ വിജയികളെ അനുമോദിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമേശൻ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ECK ജിഷ, VM രാജീവൻ, VV ഹരിപ്രസാദ്, NB മധുസൂദനൻ, മനോഹർ നായർ, UK ഗംഗാധരൻ, RP ശ്രീധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനം കോറം മുക്കോത്തടം LP സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ആ മേഖലയിലെ എല്ലാ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി യോജിച്ചു നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ആ നിലയിൽ ഒരു സംഘടനാ തലം രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തുന്നത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിൽ VVS പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് C കൃഷ്ണൻ പതാക ഉയർത്തി. ചെയർമാൻ KP മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ P പ്രകാശൻ അനുശോചനവും V ഗോപിനാഥ് സംഘടനാ റിപ്പോർട്ടും P ജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ മുഖ്യാതിഥിയായി. KC രവീന്ദ്രൻ, P ഉഷ, ഈശ്വരി ബാലകൃഷ്ണൻ, V ബാലൻ, GD നായർ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി, പ്രമേയങ്ങൾ, പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ, ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ചെറുവത്തൂർ മൈച്ച കോലുവളപ്പിൽ തറവാട് വയനാട്ടുകുലവൻ ക്ഷേത്രം തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 3 മുതൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ് മൈച്ച കോളിവളപ്പിൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ഏപ്രിൽ 3 മുതൽ 5 വരെയാണ് ക്ഷേത്രത്തിൽ കളിയാട്ടം. 3 വൈകുന്നേരം അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, വയനാട്ടുകുലവൻ തെയ്യങ്ങളുടെ തുടങ്ങലും നടക്കും. ഏപ്രിൽ 4 രാവിലെ 7 മണി മുതൽ രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാടും നടക്കും. വൈകുന്നേരം 3 മണി മുതൽ കാർന്നോൻ തെയ്യം വെള്ളാട്ടം, കോരച്ചൻ തെയ്യം വെള്ളാട്ടം, കടനാർക്കേളം തെയ്യം വെള്ളാട്ടം എന്നിവയും അരങ്ങിലെത്തും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ തോറ്റം, വയനാട്ടുകുലവൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടവും എന്നിവയും നടക്കും. സമാപന ദിവസമായ ഏപ്രിൽ 5 രാവിലെ 10 മണി മുതൽ കാർന്നോൻ തെയ്യം, കോരച്ചൻ തെയ്യം, കണ്ടനാർക്കേളം തെയ്യം എന്നിവയും കെട്ടിയാടും. വൈകുന്നേരം 3 മണിക്ക് പ്രധാന ആരാധനാമൂർത്തിയായ വയനാട്ടുകുലവൻ തെയ്യം പുറപ്പാട് നടക്കും. തുടർന്ന് ചൂട്ടൊപ്പിക്കൽ ചടങ്ങും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടക്കും. രാത്രി 10 മണിക്ക് മറപിളർക്കൽ ചടങ്ങോടെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി അന്നദാനവും ഉണ്ടായിരിക്കും. കളിയാട്ടത്തെ തുടർന്ന് ഏപ്രിൽ 7, 8 തീയതികളിൽ കുറത്തിയമ്മയും കുണ്ടോറ ചാമുണ്ടിയും കെട്ടിയാടും. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ഭാഗമായുള്ള മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതിയുടെ ഉപഹാരം ജനറൽ കൺവീനർ മൈച്ച P ഗോവിന്ദൻ ചടങ്ങിൽ മഹിമ നമ്പ്യാർക്ക് കൈമാറി. സംഘാടക സമിതി ചെയർമാൻ MP പത്മനാഭൻ, വയൽക്കര ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് KP നാരായണൻ, T രാജൻ, പ്രസിഡന്റ് കാരിയിൽ ശശിധരൻ വെങ്ങാട്ട്, സുകുമാരൻ, MP നാരായണൻ, ET രവീന്ദ്രൻ, രൂപേഷ് താജ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര സമീപത്തായാണ് മീഡിയ സെന്റർ പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ റോട്ടറി ക്ലബ് അമ്പലത്തറ വായനശാല ഗ്രന്ഥാലയത്തിന് പുസ്തകങ്ങൾ നൽകി. റോട്ടറി മുൻ ഗവർണർ VG നായനാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് സ്ഥാനം പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഡോക്ടർ KV അനൂപ്, മണി സുരേന്ദ്രൻ, VN മനോഹരൻ, V രതീഷ്, ശോഭ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി രാജേന്ദ്രൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ആശ്രയ സ്വാശ്രയ സംഘം ബ്ലൈൻഡ് അംഗങ്ങളുടെ കുടുംബസംഗമം എരമം രാമപുരത്ത് നടന്നു. എരമം കുറ്റൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ MV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, മറ്റെല്ലാ സർക്കാർ ഇടപെടുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ വികലാംഗ സൗഹൃദമായിട്ട് മാറ്റണമെന്നാണ് ഇതുമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്.
ആശ്രയ സ്വാശ്രയ സ്വയം സഹായ സംഘം ബ്ലൈൻഡ് അംഗങ്ങളുടെ കുടുംബസംഗമം എരമം രാമപുരത്ത് നടന്നു. ചടങ്ങിൽ MP മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിത രമേശൻ അധ്യക്ഷത വഹിച്ചു. TV കുഞ്ഞിരാമൻ, വേലായുധൻ, രവീന്ദ്രൻ K, മനോജ് M തുടങ്ങിയവർ സംബന്ധിച്ചു. 50 പേർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ഈ ആശ്രയ സ്വാശ്രയ സംഘത്തിന്റെ പ്രവർത്തകർക്ക് നമ്മുടെ ഈ മുൻകാല പ്രവർത്തകർക്ക് വളരെ നല്ല രീതിയിൽ കർഷക സംഘം കുണിയൻ തെക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്നു. കുണിയൻ കിഴക്കേവയൽ അരേക്കറയോളം സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത്. വെണ്ടയായിരുന്നു പ്രധാനമായും കൃഷി ചെയ്തത്. തികച്ചും ജൈവരീതിയിൽ തന്നെയായിരുന്നു കൃഷി. തങ്ങൾക്കാവശ്യമായ പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം കൃഷിയിലേർപ്പെട്ടതെന്ന് കർഷകർ പറയുന്നു. കർഷക സംഘം കുണിയൻ തെക്ക് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനൊരു ജൈവ പച്ചക്കറി കൃഷിയുടെ നടത്തി വരുന്നത്. ഏകദേശം മോശമില്ലാത്ത രീതിയിൽ നടന്നു വരുന്നുണ്ട്. വെണ്ട, വെള്ളരി, കയ്പ, നരമ്പൻ, പടവള ഇവരുടെ കൃഷി ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. പവിത്രൻ P, EP ശശി, PP പ്രകാശൻ, KV ജയദേവൻ, K ചന്ദ്രൻ, പ്രകാശൻ പുതിയപുരയിൽ തുടങ്ങി നിരവധി കർഷകരുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കൈതപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ T അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. അനന്തകൃഷ്ണൻ T, ദിൽന KT, വിഘ്നേശ്വരൻ B, ചന്ദ്രമോഹനൻ നമ്പ്യാർ, ഡോക്ടർ വാസുദേവൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു. ആദ്യ ബാച്ചിലെ 28 കുട്ടികളുടെ ബിരുദദാനമാണ് ചടങ്ങിൽ നടന്നത്. PK ഷിജുമോഹനൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ വജ്ര ജൂബിലി ആഘോഷം സമാപിച്ചു. ഏഴിലൂടെ നിന്നും വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഏഴിലോട് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വജ്ര ജൂബിലിയുടെ സമാപനം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വച്ച് നടന്നു. കുഞ്ഞുമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സപ്താഹ ഭാഗമായി ലക്ഷദ്വീപ സമർപ്പണവും നടന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 7 ദിവസങ്ങളായി കുഞ്ഞുമംഗലം അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സപ്താഹത്തിന്റെ 5-ാം ദിവസം രുക്മിണി സ്വയംവര ഘോഷയാത്രയും തുടർന്ന് നയനസുന്ദരമായ ലക്ഷദ്വീപ സമർപ്പണവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ലക്ഷദ്വീപ സമർപ്പണത്തിൽ പങ്കെടുത്തു. സപ്താഹത്തിന്റെ ഭാഗമായി അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വയലപ്ര അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം വെങ്ങര ഊർക്കഴകം കാഴ്ച കമ്മിറ്റിക്ക് വെങ്ങര സർവീസ് ബാങ്ക് മൈക്ക് സെറ്റ് നൽകി. പദ്ധതി ഉദ്ഘാടനം KV രാമചന്ദ്രൻ നിർവഹിച്ചു. അന്ന് നഷ്ട കച്ചവടത്തിൻ്റെ കഥ മാത്രമേ നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. തീവ്രമായ പരിശ്രമം കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം കൊണ്ട് ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി കണ്ണൂർ ജില്ലയിലെ അഭിമാനകരമായ ഒരു ബാങ്കാക്കി മാറ്റാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമാണ് നാം ഇന്ന് ഈ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ബാങ്ക് നേടിയ മാടായി സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നാണ് മൈക്ക് സെറ്റിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചത്. VP കൃഷ്ണൻകാരനവർ അധ്യക്ഷത വഹിച്ചു. PV ശ്രീധരൻ, കീനേരി നാരായണൻ, C തങ്കമണി, C ഭാസ്കരൻ, A ലിജിത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടോത്ത് പങ്ങടം ശ്രീ ഊർപ്പഴശ്ശി കന്നിക്കുരുമകൻ കോട്ടം മൂലക്കൊവൽ തറവാട് ക്ഷേത്രം കട്ടിളവെപ്പ് കർമ്മം ക്ഷേത്രത്തിൽ നടന്നു. ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ തേജ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മോണ്ടിസറി സ്പെഷ്യലിസ്റ്റ് താര ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ തേജ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മോണ്ടിസോറി സ്പെഷ്യലിസ്റ്റ് താര ഉദ്ഘാടനം ചെയ്തു. TA മാത്യു ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി KG വിജയൻ പ്രസംഗിച്ചു. ഡയറക്ടർ P ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. അവനീന്ദ്രനാഥ് നന്ദി രേഖപ്പെടുത്തി.
ലണ്ടനിലെ ക്രിയേറ്റീവ് പെർഫോമിംഗ് ആർട്ടിസ്റ്റായ സെലിയ പി.ജെ ആമുഖപ്രസംഗം നടത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളായ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടും. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ബിസിനസ് ഇംഗ്ലീഷ്, ടീച്ചിംഗ് ഓഫ് ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സപ്പോർട്ട് കോഴ്സുകളും സ്ഥാപനത്തിൽ നടത്തും. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ? വിജയസാധ്യതയുള്ള സീറ്റുകളിൽ സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? പ്രേക്ഷക പ്രതികരണങ്ങൾ. തെരഞ്ഞെടുപ്പിൽ ഈ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മിക്കതും അത് തോക്കാൻ സാധ്യതയുള്ള സീറ്റിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കേന്ദ്രമന്ത്രിസഭയിൽ എവിടെയായാലും ശരി വനിതകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അതിപ്പോൾ ഏത് തരത്തിലായാലും അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത് അങ്ങനെ തോൽവി ഉള്ള സീറ്റിലേക്കാണ് കൊടുക്കുന്നത്. സീറ്റ് എന്തായാലും ഭൂരിപക്ഷം കിട്ടാത്ത സ്ഥലത്താണ് സ്ത്രീകൾ ഇട്ടിട്ടില്ലേ. സീറ്റ് കിട്ടുന്ന ഇതിലാണെങ്കിൽ നല്ല ഇതാണ്. ഓരോ നിയമമണ്ഡലത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾ നിയമസഭയിൽ ഉണ്ടായാലേ സ്ത്രീകളെ പറ്റിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കണ്ടുവരുന്നത് തോക്കുന്ന ഇവർക്ക് തോന്നുന്ന സ്ഥലത്ത് മാത്രമാണ് സ്ത്രീകൾക്ക് മത്സരിക്കാൻ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ജയിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സീറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിലൊന്നും കിട്ടുന്നില്ല. പക്ഷേ എല്ലാ തരത്തിലും സ്ത്രീകൾ മുൻപന്തിയിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രം സ്ത്രീകളെ ഇപ്പം നിർത്തി വരുന്നില്ല. ഇപ്പോൾ തോൽവിയിലെടുത്ത് മാത്രം സ്ത്രീകളെ നിർത്തിയെന്ന് ചോദിച്ചാൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് കണ്ടിരുന്നത്. അതിലൊരു മാറ്റം വരണം. അത് ഏത് രാഷ്ട്രീയം എന്നില്ല, ജയിക്കുന്ന എന്ന് വെച്ചാൽ നിയമസഭയിൽ സ്ത്രീകൾ MLA-മാരായി വന്നാൽ സ്ത്രീകളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും മറുപടി കണ്ടെത്താൻ പറ്റും. ഇടതുപക്ഷം പിന്നെയും കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉണ്ട്. കുറച്ച് സഹാക്കന്മാർ നേതാക്കന്മാർ ഉള്ളത് കൊണ്ട് കുറച്ച് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ മറ്റുള്ളത് പൊതുവെ പ്രത്യേകിച്ച് കോൺഗ്രസിനും തീരെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. വളരെ കുറവാണ്. അതായത് BJP-യിലും ഇല്ല. BJP വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇത്ര കാര്യത്തിലല്ലെങ്കിലും വന്നാൽ അവർക്കും അതിലും പ്രാധാന്യം വളരെ കുറവാണ്. അവർ രംഗത്ത് വരുന്നുമില്ല, അവർ ചെയ്യുന്നുമില്ല. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകളും ആവേശവും നിറഞ്ഞ് വീണ്ടും കോറോം പുല്ലേരി വാതിരില്ലം. തിരഞ്ഞെടുപ്പ് വിജയത്തിന് അനുഗ്രഹാശിസുകൾ തേടി AN ഷംസീറും TV രാജേഷും ഞായറാഴ്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കാണാനെത്തി. നെൽവിത്തുകാത്ത് കുണിയൻ പാടശേഖരം. ജലസമൃദ്ധി കൊണ്ട് സമ്പന്നമായ ഇവിടെ ഒരു ഡാം നിർമ്മിച്ചാൽ കൃഷിക്കാവശ്യമായ വെള്ളവും മറ്റു പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ കുടിവെള്ളവും ലഭിക്കും. പഴയങ്ങാടി പുഴയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ JC's ആതിഥ്യമരുളുന്ന പയ്യന്നൂർ ഫ്ലവർ ഷോയ്ക്ക് ജനത്തിരക്കേറുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.